ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. സർദീസിലെ സഭയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ഒരു പക്ഷവാത രോഗിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ചിലർക്ക് ആക്സിഡൻ്റ് പറ്റി അവിടെ തലയ്ക്ക് അടികിട്ടി ബോധമൊന്നുമില്ലാതെ ഒരു കോമോ സ്റ്റേജിൽ കിടക്കുന്ന ഒരവസ്ഥ, ജീവനുണ്ട് പക്ഷേ മരിച്ച ഒരവസ്ഥ. അപ്പോൾ നമുക്കറിയാം, ചിലർ അങ്ങനെയുള്ളവർ ചിലർ ഒരേ കിടക്കയിൽ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി മറ്റൊരു കൂട്ടരെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ഒരു വശം ചലനമുണ്ട്, മറ്റേ വശം ഒരു ചലനവും കാണത്തില്ല. അപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, അവർക്ക് ജീവനുണ്ട്, പക്ഷേ അവർ ഒരു മരിച്ച അവസ്ഥ പോലെയാണ്. അവർക്ക് എഴുന്നേറ്റിരിക്കുവാനോ നിൽക്കുവാനോ അവരുടേതായ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നും കഴിയാതവണ്ണം ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തിരുവചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ, നിനക്ക് ജീവനുണ്ട് പക്ഷേ നീ മരിച്ചവനാകുന്നു. അതായത് ഇവരൊക്കെ ലോകമോഹങ്ങളെ ഉപേക്ഷിക്കാത്ത വ്യക്തികളാണ് ഇപ്രകാരമുള്ളവർ. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. അടുത്ത് പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തെ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിലൂടെ അതാണ് ജഡമോഹമെന്ന് പറഞ്ഞത്, കൺമോഹമെന്ന് പറഞ്ഞത്, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഒട്ടും തന്നെ ഇല്ല എന്നാണ് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടർ പള്ളിയിൽ പോകും, പക്ഷേ അവർ വചനത്തെ അനുസരിക്കാതെ അവരുടെ ഇഷ്ടത്തിനായിട്ട് അവർ ജീവിക്കും. അവരുടെ ജഡം എന്താഗ്രഹിക്കുന്നുവോ അവരുടെ ആ ആഗ്രഹങ്ങളെ അവർ നിവർത്തിച്ചു കൊടുക്കും. വ്യത്യസ്തമായ വ്യക്തികൾക്ക് വ്യത്യസ്തമായ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളാണുള്ളത്. പക്ഷെ അവരെവിടെ പോകുന്നുണ്ട്? പള്ളിയിൽ പോകുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അവരെന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ വചനത്തെ അവർ ഒട്ടും തന്നെ എന്ത് ചെയ്യുക? അനുസരിക്കത്തില്ല. അപ്പോൾ
അങ്ങനെയുള്ളവരും വാസ്തവത്തിൽ അവർ ഒരു ആത്മീകമായി മരിച്ച അവസ്ഥയാണ്. കാരണം പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ആ വചനമൊന്നും അവരെന്ത് ചെയ്തില്ല, ഒട്ടും തന്നെ അനുസരിക്കാതെ അവരുടെ ഇഷ്ടത്തിനായിട്ട് അവർ ജീവിക്കുന്നു. അവരും തിരുവചനപ്രകാരം ആത്മീകമായി അവർ മരിച്ചവരാണ്. ഇനി മറ്റൊരു കൂട്ടർ വർഷത്തിൽ 1-2 പ്രാവശ്യം പള്ളിയിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അവർ പോകുന്നത് ആണ്ടിൽ ഒരിക്കൽ, വർഷത്തിലൊരിക്കൽ ദുഃഖവെള്ളിയാഴ്ച വരുന്ന വേളയിലായിരിക്കാം. അല്ലെങ്കിൽ ചിലർ ക്രിസ്മസിന് ആയിരിക്കും പള്ളിയിൽ പോകുന്നത്. ചിലപ്പോൾ ചിലർ സ്വന്തം ഭവനത്തിലുള്ള ഒരു കല്യാണത്തിനായിരിക്കും അവർ ദൈവാലയത്തിൽ പോകുന്നത്. ഇവരൊക്കെ ആത്മീയമായി മരിച്ചു കിടക്കുന്നു. എഫെസ്യർ പറയുന്നത് പോലെ ഇവരൊക്കെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ സർപ്പം എങ്ങനെയാണ് ഹവ്വായെ ചതിച്ചത്? ഉപായത്താൽ ചതിച്ചു. അതുകൊണ്ട് ആമേനിവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ഓ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ചതിവും വഞ്ചനയും ഉള്ള ഒരു വിഭാഗം ആൾക്കാർ ഉണ്ട്. പുറമേ കാണുമ്പോൾ വളരെ ഭക്തിയുള്ളവരെന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ അവർ ഭക്തിയുള്ളവരല്ല. അവരുടെ കയ്യിൽ ചതിവും വഞ്ചനയും മാത്രമേ ഉള്ളൂ. അതാണ് പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപ്പോൾ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ആ ഹവ്വ വീണുപോയതുപോലെ ഇന്നും അനേകർ ഈ ചതിവിലും വഞ്ചനകളിലും വീണുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേക ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ ഒത്തിരി പാപങ്ങൾ ചെയ്ത് ആമേൻ അവർ ജീവിച്ചു വരികയാണ്. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ആത്മീകമായി ഉറങ്ങിക്കിടക്കുന്ന വ്യക്തികളോടുള്ള സന്ദേശമാണ്. ആമേൻ. ആത്മീകമായി ഉറങ്ങിക്കിടക്കുന്നവനെ നീ ഉണരുക. മരിച്ചവരുടെ ഇടയിൽ നിന്ന്, അതായത് ആമേൻ, യേശുവിനെ അറിയാത്ത വ്യക്തികൾ, യേശുവിന് വേണ്ടി ഹൃദയവും മനസ്സും ശരീരവും കൊടുക്കാത്ത വ്യക്തികൾ അവിടെ ഇടയിൽ കിടന്ന് നീ കുഴയുന്നത്, ഹല്ലേലൂയ, അതെല്ലാം വിട്ടുകളയണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരാനാണ് ആഹ്വാനം കൊടുക്കുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുക. അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റാൽ മാത്രമേ കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കത്തുള്ളൂ എന്നാണ് പൗലോസ് എഫെസോ സഭയോട് പറയുന്നത്. ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ആമേൻ അവിടെ മനസ്സാക്ഷി ബലഹീനമാകയാൽ അത് മലിനമായി തീരുകയാണ് ചെയ്തത്. മനസ്സാക്ഷി, സ്തോത്രം, ബലഹീനമായാൽ, മനസ്സാക്ഷിയിൽ കറ പുരണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, മനസ്സാക്ഷിയിൽ കേട് സംഭവിച്ചു കഴിഞ്ഞാൽ,
ആമേൻ ആ വ്യക്തി മലിനമായി തീരുകയാണ് ചെയ്യുന്നത്. അവർ മരിച്ച അവസ്ഥയിലാണ് എന്ന് നാം ചിന്തിക്കണം. ഇന്നും സഭകളിൽ ഇത്തരക്കാർ ഉണ്ട് എന്ന് ഈ സമയം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ സ്തോത്രം, ഈ നിമിഷത്തിൽ സഭയുടെ ബന്ധത്തിൽ ഇവിടെ പറയുന്നത്, ആമേൻ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ആകയാൽ ആമേൻ, ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് ഒരു സന്ദേശമുള്ളൂ. ആമേൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അതേ കർത്താവിൻ്റെ തിരുഹിതപ്രകാരം, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച് മുന്നേറുവാൻ ഉയരത്തിലെ കൃപയും ശക്തിയും ഞങ്ങളിൽ പകർന്ന് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.